ഡൽഹിയിൽ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് BJP. 2500 രൂപ മഹിളാ സമൃദ്ധി പദ്ധതി വഴി നൽകിക്കൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് കനത്ത അടി നൽകിയിരിക്കുകയാണ്. കാരണം ഇതൊന്നും BJP സർക്കാരിനെ കൊണ്ട് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഉടൻ തന്നെ BJP സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഡൽഹി പ്രതിപക്ഷ നേതാവായ അതിഷി രംഗത്തെത്തിയിരുന്നു. അതിഷിക്ക് കൂടിയുള്ള ഒരടിയാണ് ഇപ്പോൾ ഈ 2500 രൂപ. ഡൽഹിയിൽ BJP തകർക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അല്ലേ സാർ? അതിലിപ്പോൾ ഈ അതിഷി അടക്കമുള്ളവർ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി പറയുന്നതൊക്കെ അത് രാഷ്ട്രീയം പോലും അല്ല. കാരണം ഈ രാഷ്ട്രീയ ബോധമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഒരിക്കലും എനിക്ക് ആം ആദ്മി പാർട്ടി തോന്നിയിട്ടില്ല. ആം ആദ്മി പാർട്ടി എല്ലാ കാര്യത്തും വിഷയങ്ങളെ വൈകാരികമായിട്ട് എടുക്കുന്നവരാണ്. അണ്ണാ ഹസാരെ നടത്തിയിട്ടുള്ള എല്ലാ ഐതിഹാസികമായിട്ടുള്ള അഴിമതിക്കെതിരായിട്ടുള്ള സമരം, ആ സമരത്തിൻ്റെ വൈകാരികത മുതലെടുത്തുകൊണ്ടാണ് ഇദ്ദേഹം അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു പുരോഗമനം ഡൽഹിയെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. ഡൽഹിയിലെ എല്ലാ പുരോഗമനങ്ങളും കേന്ദ്ര സർക്കാരായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഏകദേശം ആ സിറ്റി സറൗണ്ടിങ്ങിൽ തന്നെ ഏകദേശം ഒരു 100ഓളം ഫ്ലൈ ഓവറുകളുണ്ട്. ആ ഫ്ലൈ ഓവറൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള മെട്രോ റെയിലിൻ്റെ വികസനങ്ങളുണ്ട്. ഏകദേശം 425 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് അവിടെ മെട്രോ റെയിൽ ഉള്ളത്. നമ്മളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എറണാകുളത്ത് ഏകദേശം 26 കഴിഞ്ഞപ്പോൾ 30 മറ്റേ ആയിട്ടുള്ളൂ. നമ്മുടെ ഒരു 10 ഇരട്ടി അല്ല 15 ഇരട്ടിയോളം വലിപ്പം അവിടുത്തെ മെട്രോയെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ മെട്രോ വളരെ ലാഭകരമായിട്ട് പോകുന്നൊരു ബിസിനസ് തന്നെയാണ് മെട്രോയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒന്നിലും അരവിന്ദ് കെജ്രിവാളിന് യാതൊരു റോളും ഇല്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ റോള് ആകെപ്പാട് ചില NGOകളെ സംഘടിപ്പിക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. NGOസിനെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ചില ചേരി പ്രദേശങ്ങളിലുള്ള ആളുകൾ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് NGOസിൻ്റെ വഴിയുള്ള ചില ആനുകൂല്യങ്ങൾ തേടിപ്പിടിച്ച് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കുക. CSR ഫണ്ടുകൾ അനുവദിപ്പിക്കുക, ആ CSR ഫണ്ടുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഭരണപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ 10 വർഷം ഡൽഹി ഭരിച്ച സമയത്ത്, 15 വർഷം ആ ഡൽഹി ഭരിച്ചിരുന്ന ഒരു സമയത്തും അദ്ദേഹം ചെയ്തതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ ഭരണം തികച്ചൊരു പരാജയപ്പെട്ട ഭരണമാണ്. ആകെയുള്ള സംഗതി ഇതിനകത്ത് അങ്ങനെ എൻ്റെ PR വർക്ക് വളരെ മികച്ച PR വർക്കാണ്. ആ PR വർക്ക് വെച്ചുകൊണ്ട് ഡൽഹിയിൽ ആകെ ഞങ്ങളിതാ ഇലക്ട്രിസിറ്റി മുഴുവൻ സൗജന്യം കൊടുത്ത്, സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് കൊടുത്ത്, KSRTCയിൽ അവിടെ സ്ത്രീകൾക്ക് ബസ് ചാർജ് വേണ്ട എന്ന് ഇത്യാദി വലിയൊരു പബ്ലിസിറ്റി കൊടുത്തു. ആ പബ്ലിസിറ്റിക്ക് വലിയൊരു മാനവും കൈവന്നു. കാരണം ഈ കഴിഞ്ഞൊരു 10 വർഷക്കാലത്തോളം ഇന്ത്യ ഭരിച്ചിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന് എതിരായിട്ടുള്ള ശക്തികൾ, ആ ശക്തികൾ കണ്ടുള്ള ഏക അത്താണി അവരെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനത്തിനും വലിയൊരു പബ്ലിസിറ്റിയാണ് ഇവർ കൊടുത്തത്. ശരിക്കും നമ്മൾ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് മനസ്സിലാക്കിയാലേ, ഞാൻ പറയുന്ന ആളെ ഏത് IIT പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭരണപരമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വട്ടപൂജയാണ് ഈ മനുഷ്യൻ. അദ്ദേഹത്തിന് ഒരു സംസ്ഥാനം ഭരിക്കുവാനുള്ള യാതൊരു ശക്തി ആ മനുഷ്യനെ സംബന്ധിച്ചില്ല. അതിന് യാതൊരു മനുഷ്യനെ സംബന്ധിച്ചില്ല. ഡൽഹിയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ശക്തി ആ മനുഷ്യനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. അങ്ങനെ IITയിൽ പഠിച്ചിട്ടുണ്ടാവും. അതിന് നമുക്കെന്താ കാര്യം? ജനങ്ങൾക്ക് എന്താ കാര്യം? ജനങ്ങൾക്ക് കാര്യമുള്ളത് ജനങ്ങളുടെ വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവണം. അവിടെയാണ് ഇപ്പോഴത്തെ ഒരു വ്യത്യാസമുള്ളത്. പുതിയ BJP സർക്കാർ വന്നതിന് ശേഷം ഇത് അതിഷി എന്തെല്ലാം പറഞ്ഞാലും അതിനകത്തുള്ള പ്രശ്നമുള്ളത് ഈ 2500 രൂപ കൊടുത്തു എന്നുള്ള ഒരു തുടക്കം മാത്രമാണ്. ഡൽഹിയെ സംബന്ധിച്ച്, ഡൽഹിയിലെ സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും അതിനേക്കാൾ പ്രയോജനം ചെയ്തത് അവരുടെ ഇൻകം ടാക്സിൻ്റെ പരിധി ഉയർത്തിയ സമയത്താണ്. ഇൻകം ടാക്സിൻ്റെ പരിധിയുടെ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്ത് ഡൽഹിക്കാരെ സംബന്ധിച്ചാണ്. അവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ പ്രയോക്താക്കളായിട്ട് മാറിയിരുന്നു. ഇതിന് കാരണം ഡൽഹിയുടെ മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നൊരു നേതൃത്വമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സൗജന്യം കൊടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അത് പല കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് മാത്രമാണ്. ഇനി ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നത് ഡൽഹിയുടെ സമഗ്രമായിട്ടുള്ള വികസനമാണ് അനിവാര്യം. അവിടെയുള്ള ചേരി പ്രദേശങ്ങളിലടക്കം വികസനങ്ങൾ കടന്നു ചെല്ലണം. അത് കോൺഗ്രസിൻ്റെ മാരത്തെ വികസനമല്ല. കോൺഗ്രസിൻ്റെ വികസനം ഉണ്ടായിരുന്നു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി അവിടെ വികസനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തുർക്കുമാങ്കേറ്റ് എന്ന് പറയുന്ന സ്ഥലം, ഇപ്പോഴത്തെ പാലിക ബസാറിരിക്കുന്ന സ്ഥലം, അവിടെ മുഴുവൻ മുസ്ലിങ്ങളുടെ ഏറ്റവും കൂടുതൽ കേന്ദ്രമായിരിക്കുന്ന പ്രദേശം ഇടിച്ചങ്ങ് നിരപ്പാക്കുകയാണ്. ഇടിച്ച് നിരപ്പാക്കിയ സ്ഥലം മുഴുവൻ അവിടെയാണ് ഇപ്പോഴത്തെ പാലിക ബസാർ അണ്ടർഗ്രൗണ്ടിൽ പണിതിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാൻ സാധിക്കുന്നില്ല, അവിടുത്തെ വികസനം എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 80,000-ഓളം ആളുകളെയാണ് അവിടെ വന്ധ്യംകരിച്ചത്.
അവിടെ വന്ധ്യംകരിച്ചത് 80,000-ഓളം ആളുകളാണ്. അതിൽ പകുതിയിലേറെ പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. ഇത് ചെയ്തത് സഞ്ജയ് ഗാന്ധി ചെയ്തത് വികസനത്തിൻ്റെ പേരിലാണ്. ഇതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വികസനം. മറിച്ച് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടിരുന്ന വികസനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻ്റാണ്. അവിടെയുള്ള റോഡുകളുടെ വികസനം, സഞ്ചാര സ്വാതന്ത്ര്യം എളുപ്പമാക്കത്തക്ക രീതിയിൽ. ഇപ്പം തന്നെ മെട്രോൻ്റെ നമുക്കറിയാം, 425 കിലോമീറ്റർ ദൂരമാണ് മെട്രോ. അവിടെയുള്ള പ്രധാനപ്പെട്ട സമീപ പ്രദേശത്തുള്ള സംസ്ഥാനങ്ങളെ കൂടി കടന്നു പോകുന്നു. നമ്മൾ ചിലപ്പോൾ ഇവിടെ ചിലരൊക്കെ പറഞ്ഞ് അറിയാറുണ്ട്, എറണാകുളത്ത് മെട്രോ തൃശ്ശൂർക്ക് പോകില്ല. ചുമ്മാ വിവരക്കേടാണ് ഇപ്പോൾ ഇത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡൽഹി മെട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിയാന സ്പർശിക്കുന്നുണ്ട്. ഇവർക്ക് ഹരിയാനയൊന്നും അറിയാൻ പാടില്ല. അതുപോലെ തന്നെ അപ്പുറത്ത് നോയിഡയുണ്ട്, അത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ സ്പർശിക്കുന്ന മെട്രോ റെയിലാണ് ഡൽഹിയെ സംബന്ധിച്ചുള്ളത്. ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളെ മുഴുവൻ സ്പർശിക്കുന്നുണ്ട്. അത് 3 സംസ്ഥാനങ്ങളിൽ കൂടി കടന്നാണ് പോകുന്നത്, ഹരിയാനയും UPയും ഡൽഹിയും. അങ്ങനെയുള്ളൊരു മെട്രോ സംവിധാനമാണ് ഡൽഹിയിലുള്ളത്. കാരണം അവിടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്, ഭാരതീയ ജനതാ പാർട്ടി സർക്കാരിന്, അവർക്ക് കൃത്യമായിട്ട് എന്താണ് ഡൽഹിയിൽ വേണ്ടതെന്നുള്ളത് നല്ല നിശ്ചയമുണ്ട്. ഈ നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ട് മാത്രം നമ്മളിതിനെ കണ്ടാൽ മതി. സ്ത്രീകൾക്ക് കൊടുക്കുന്ന 2,500 രൂപ വരുന്ന അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭിക്കാവുന്ന ചില കാര്യങ്ങൾ തുടക്കം മാത്രമാണ്. ഇത് ആനുകൂല്യങ്ങൾ മാത്രമല്ലല്ലോ ഒരു സമൂഹത്തെ സംബന്ധിച്ച് ആവശ്യമുള്ളത്. അവർക്ക് സ്വയം പര്യാപ്തത അവർക്ക് നേടാൻ സാധിക്കണം. അവിടുത്തെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവർക്ക് സാധിക്കണം. അവർ വ്യവസായ സ്ഥാപനങ്ങൾ അവർക്ക് പടുത്തുയർത്താൻ സാധിക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. വ്യവസായ രംഗത്തേക്ക് അവർക്ക് കടന്നു കയറാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട് അവിടെ. ഈ സർക്കാരിൻ്റെ നയപരിപാടികൾ അതെല്ലാം പെടുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുകൾ തന്നെയാണ് നിലവിൽ സർക്കാരിൽ ഇരിക്കുന്നവരൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയെ സംബന്ധിച്ച് ഇതിന് തുടക്കമായി മാത്രം കാണുകയും ഗണ്യമായിട്ടുള്ള പരിവർത്തനത്തിന് ഡൽഹിയെ സംബന്ധിച്ച് BJP സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളൊന്ന്, അതൊരു ഇൻ്റർനാഷണൽ സിറ്റി ആവുകയാണ്. ന്യൂയോർക്കിനെ പോലെ, ടോക്കിയോ പോലെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പട്ടണങ്ങളിലൊന്നായിട്ട് ഡൽഹി മാറ്റാൻ വേണ്ടി പോവുകയാണ്. അതിന് നമുക്കറിയാവുന്നൊരു വസ്തുതയുണ്ട്. ഡൽഹിയിൽ നിന്നിപ്പോൾ പോയിട്ടുള്ളവർക്കറിയാം, ഡൽഹിയുടെ തിരുവോരങ്ങളിലൊക്കെ അവിടെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതാരാ നട്ടുപിടിപ്പിച്ചതാരാ? ഇത് നട്ടുപിടിപ്പിച്ചത് 1967 ലാൽകൃഷ്ണ അദ്വാനി ഡൽഹിയുടെ മെട്രോപൊളിറ്റൻ കൗൺസിലറായി വന്ന സമയത്ത് അദ്ദേഹം ചെയ്തതാണത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഡൽഹിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. നമ്മൾ ചിലർ അടിച്ചിട്ടുണ്ട്, ബാബറിൻ്റെ കാലത്ത് ചെയ്തു, അക്ബറിൻ്റെ കാലത്ത് ചെയ്തു, ലോധിയുടെ കാലത്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ലോധിയുടെ കാലത്ത് ചെയ്തത് ലോധി ഗാർഡനിൽ മാത്രമാണ്. ഡൽഹിയിൽ വ്യാപകമായിട്ടുള്ള രീതിയിൽ റോഡ് വക്കിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിനെ ജനങ്ങൾക്ക് തണലേകുന്ന രീതിയിൽ വളർത്തിയെടുത്തത് ലാൽകൃഷ്ണ അദ്വാനി എന്ന് പറയുന്ന ഇന്ത്യൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അതുല്യനായിട്ടുള്ള നേതാവാണ്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ BJP സർക്കാരിൻ്റെ നയം. അതാണത്. BJP സർക്കാരിൻ്റെ നയം ഡൽഹിയെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ ഏഷ്യാഡ് വില്ലേജൊക്കെ വന്നത് ഏഷ്യാഡിൻ്റെ ആ കാലത്ത് വന്നതാണ്. അത് കുറച്ച് ഡെവലപ്മെൻ്റ് ഉണ്ടാക്കി. അത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 10-15 വർഷങ്ങളോളം ഡൽഹിയെ സംബന്ധിച്ച് ഒരു മൃതപ്രായമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഡൽഹിയെ സംബന്ധിച്ച് അവിടെ വികസനം കൊണ്ടുവരാൻ ഒരു കാരണവശാലും അരവിന്ദ് കെജ്രിവാൾ സമ്മതിക്കില്ല. അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് ആദ്യം തന്നെ ചെയ്ത് 3 മാസക്കാലത്തിനിടയ്ക്ക് ആദ്യം ചെയ്ത് സ്വന്തം വീട് മുടിപിടിപ്പിക്കുന്ന പണിയാണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് മോടി പിടിപ്പിച്ചാണ് കഴിഞ്ഞ 5 കൊല്ലത്തിന് മുമ്പുണ്ടായത്. കോടിക്കണക്കിന് റുപ്യ ചെലവഴിച്ചുകൊണ്ട്. അതാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്, അതൊരു മ്യൂസിയം ആക്കാൻ വേണ്ടി പോകാമെന്നാണ് പറഞ്ഞത്. അത് ഏറ്റവും നല്ല മ്യൂസിയം. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. അതൊരു മ്യൂസിയം ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൽഹി നിവാസികളെ സംബന്ധിച്ച് ഏറെ പ്രയോജനപ്പെടുന്നതാണ്. കാരണം നമുക്ക് അല്ലെങ്കിൽ കാണാനുള്ള സംഗതികൾ അവിടെ മഹാത്മാഗാന്ധിയുടെ മ്യൂസിയം ഉണ്ട്, ഇന്ദിരാഗാന്ധിയുടെ മ്യൂസിയം ഉണ്ട്, ഈ തരം അല്ലെങ്കിൽ നെഹ്റു തീൻമൂർത്തി ഭവനുണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുമെങ്കിലും ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത് അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടാണ്. കാരണം കോടിക്കണക്കിന് റുപ്യ ചെലവഴിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണൊരു സംസ്ഥാനത്തെ കൊള്ളയടിച്ച് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവ് ഡൽഹിയാണ്. കാരണം അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും ഒരു ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച മുഖ്യമന്ത്രിയേ അല്ല. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇവിടെ നമ്മൾ ചില PR വർക്കുകൾ കേട്ടിട്ട് അതൊക്കെയാണെന്നൊക്കെ ധരിച്ച് അതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ യൂണിറ്റൊക്കെ തുടങ്ങാമെന്ന് ഏതെങ്കിലും സഹോദരന്മാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം പാഴായി എന്നാണ് അതിന് പച്ച മലയാളത്തിൽ പറയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഏതാണെങ്കിലും അതിൽ നിന്നുള്ളൊരു മാറ്റം, ഒരു നല്ല തുടക്കം നിലയിലേക്ക് ഈ 2500 രൂപ അവിടുത്തെ സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ട് അവർ നടത്തുന്ന ജനക്ഷേമപരമായിരിക്കുന്ന BJPയുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുകയാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നെ സംബന്ധിച്ചതാണ്.